അർച്ചന, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ട് നന്നായി പാടിയോ? അറിഞ്ഞൂടാ, ചോദിക്കാം. MG സാർ. അർച്ചന നന്നായിരുന്നു. ജൂബിലി ജോയ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ ഈ പാട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നുണ്ട്. ഈയിടെ ജൂബിലി ജോയ് ഒരു ഇന്റർവ്യൂ കണ്ടു അദ്ദേഹത്തിന്റെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അദ്ദേഹം എടുത്ത് പറഞ്ഞു. എന്നാലും ചെറിയ രീതിയിൽ ഞാൻ പറയാം. ശ്യാം സാറ് ദാസേട്ടനെ മനസ്സിൽ കണ്ട് ചെയ്ത ഒരു പാട്ട്. പക്ഷേ ദാസേട്ടൻ്റെ അൺഅവൈലബിലിറ്റി കാരണം അത് പലരെ കൊണ്ടും പാടിച്ചു. ഓഫ് കോഴ്സ് ചിത്ര പാടിയിട്ടുണ്ട്, അത് വേറെ. അങ്ങനെ പലരെ കൊണ്ടും പാടിച്ചിട്ട് അവസാനം ഒരു ഗായകൻ പാടി അത് റിലീസ് ചെയ്തു. അതാണ് പൂമാനമേ എന്നുള്ളൊരു പാട്ട്. അപ്പോൾ ഇപ്പോഴും പ്രൊഡ്യൂസറിൻ്റെ മനസ്സിൽ, അതായത് ജൂബിലി ജോയ് സാറിൻ്റെ മനസ്സിൽ ദാസേട്ടനാണ് സങ്കല്പം. കാരണം ഈ പാട്ട് അദ്ദേഹം പാടി കേൾക്കണമെന്നാണ് ആഗ്രഹം എന്നാണ് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടത്. മോള് പാടി, പക്ഷേ കുറച്ചുകൂടെ ഡീറ്റെയിലിങ് വരണം. അനുപല്ലവിയുടെ എൻ്റെ ഒന്നും അക്ഷരങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് വേണം പാടാൻ. പക്ഷെ അറിയാതെ അടുത്ത് പോണതായിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. ആ പല്ലവി ഒന്ന് ജസ്റ്റ് ഒരു ലൈൻ പാടിക്കും. ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഡീറ്റെയിലിംഗ് ഞാൻ കൂടുതൽ പാടിപ്പിക്കുന്നില്ല, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സ്വരം എന്താ ഇങ്ങനെ? എനിക്കത് കേട്ടപ്പോഴത്തേക്കൊരു ഈ പാട്ടിൻ്റെ ഒരു സുഖം ആ സ്വരത്തിൽ വന്നില്ല. സംഗതി പാടുന്ന പോലെ ഇത് പാടിക്കഴിഞ്ഞാൽ സ്വരം പാടിയാൽ എങ്ങനെ ഇരിക്കും? ഒന്ന് പാടിക്കത്. തരരരീ പനി പപ്പ പനി പമ പനി സപ പനി പമ പനി പമ പനി പ. ആ അതാണ്, അവിടാണ് പനി പമ പ. അത് തന്നെ പാടിയാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആ സോങ് പോലെ തന്നെ പാടൂ, പാടിക്ക്. പനി പമ പ പദനി സപ പനി പമ പ പദ പദനി സപ പനി പസാനി ഗരിസാ നിസ നിസപ നിസ നിസ. അവിടെ പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞാല് നിസ നിസപ്പ എന്ന് പറയും. ആ നല്ലല്ലോ, നിസ നിസപ്പ. അവിടെ ഒതുക്കണം അങ്ങനെയാണെങ്കിൽ.
പനി പസാനി ഗരി സാ സനി സ പ. ആ അപ്പോഴാണ് അതിന്റെ ബ്യൂട്ടി വരുന്നത്. ബ്യൂട്ടിഫുൾ. ആ അടുത്ത സ്വരം നീ ദ പ മ മ പ ധ നി ധ പ മ. അവിടെ ഇതുപോലെ വരും. നീ നീത പാമ പാമ നീ ദ പ മ മ പ ധ നി ധ പ മ ഗ മ ഗ മഗ മഗ. മഗ മഗ. ആ. നീ ദ പ മ മ പ ധ നി ധ പ മ ഗ മ ഗ ആ ഗ മ പ നി സ ഗ രി നി സാ നി പ നി മ പ. അപ്പൊ ഒരു സുഖമുണ്ട് കേട്ടോ, കേൾക്കുമ്പോ ഒരു സുഖമുണ്ട്. മറ്റേത് രണ്ട് ചുറ്റയിലിട്ട് അടിച്ച പോലെ ഇരിക്കും ഈ സ്വരം പാടുമ്പോഴത്തേക്ക് കേട്ടോ. പാട്ട് നന്നായിരുന്നു, പക്ഷെ ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുക. മൈക്ക് എൻ്റെ പ്ലേസ്മെന്റ്, പിന്നെ ഈ പാട്ടിന്റെ ഫീല്, യഥാർത്ഥമായിട്ടുള്ള ഫീല്, അതിന് സംഗതികൾ, പെർഫെക്ഷൻ, അതിന്റെ മീറ്ററിങ്, അതിന്റെ അളവ്, ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. മുമ്പോട്ട് പോകുമ്പോൾ അതേണ്ട ഇവിടെ ഓരോരുത്തരൊക്കെ 10/10 ഒക്കെ അടിച്ചോണ്ടിരിക്കുകയാണ്. നമുക്ക് വാങ്ങിക്കണ്ടേ? വേണ്ടേ? ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഷാനിക്ക. അർച്ചന, മൈക്ക് മോളെ ആ ഫസ്റ്റ് ലൈൻ തന്നെ ഒരു രാഗമേഘം ഒന്നും കേട്ടില്ല. സർ ആക്ച്വലി എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ട്രൈ ചെയ്തു. ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കി, അപ്പൊ എനിക്ക് വോളിയം കുറയുന്ന പോലെ തോന്നുന്നു. ഞാൻ എന്തായാലും വെറുതെ തോന്നിയ കാരണം ഇപ്പൊ മൈക്ക് അകറ്റിയിട്ട് പാടുമ്പോൾ ഭയങ്കര രസമുണ്ട് അർച്ചന കേൾക്കാൻ. ശരിയാക്കാം സർ കേട്ടോ, അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ആ ഒരു മഫിൾഡ് ടോണിൽ ഒരു പാട്ടും വർക്ക് ആവില്ല. അടുത്ത് വെച്ച് പാടേണ്ട പാട്ടുകളും ഉണ്ട് കേട്ടോ. സോങ്ങിന്റെ ഒരു ഡൈനാമിക് റേഞ്ച് അനുസരിച്ച് നമ്മളിത് മോഡുലേറ്റ് ചെയ്യണം. അത് ശരിക്കും ശ്രദ്ധിക്കണം അർച്ചന. കാരണം പല്ലവിയിലെ ആദ്യത്തെ 2 ലൈനൊന്നും അതായിരുന്നു. ചിലത് ഒതുക്കി പാടിയപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. മൈക്ക് അകറ്റിയിട്ട് ഒതുക്കി പാടിയപ്പോൾ ബ്യൂട്ടിഫുൾ ആയിരുന്നു അർച്ചന. ഇത് തിരുത്തിയിട്ട് അടിപൊളിയായിട്ട് പാടുമ്പോഴേ ഇത് നേരത്തെ ആവാമായിരുന്നു എന്നുള്ളൊരു ചിന്ത. അത്രേ ഉള്ളൂ അർച്ചന. വെർസറ്റൈൽ ആണ്, നല്ല പാട്ടുകാരിയാണ്. ഇനി ഇതുപോലത്തെ ടെക്നിക്കൽ കാര്യങ്ങളൊന്ന് ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. കുറെ സന്തോഷം. എനിക്കെന്താ ഇത്രയും സന്തോഷം കൂടുതൽ? എന്തായിരിക്കും അതിന്റെ? ശ്യാം സാറിന്റെ പാട്ട്. ഓഫ് കോഴ്സ്. അല്ല, എന്തെങ്കിലും മനസ്സിലായി? അല്ല, ഇങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾക്കുള്ളത്. ഞാൻ ഇന്നലെ പറഞ്ഞു മൈക്ക് തിന്നരുത്, അത് തിന്നാനുള്ളതല്ല, ഞങ്ങൾ ലഡു മേടിച്ച് തരാമെന്ന്. ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ട്രൈ ചെയ്താൽ പോലും ഇത് കുറെ നാളുകൊണ്ട് പറയാ. ഇത് അതുകൊണ്ട് ഇനി ശരിയാക്കണം കേട്ടോ. നല്ല പാട്ട്. പിന്നെ കനവായി ആ കണമായൊക്കെ കൈവിട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ശരിയാക്കണം കേട്ടോ. കരളിലെഴും അതൊക്കെ തോന്നിയോ നമ്മുടെ കയ്യിൽ നിന്നില്ലെന്നുള്ള ഐറ്റം. പിന്നെ അണ്ണൻ പറഞ്ഞ പോലെ ഈ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു ആ സ്വരം. അപ്പം അത് അത്ര ഉണ്ടെങ്കിൽ അത് കുറച്ച് മായപ്പെടുത്തി എവിടെയാണ് ആ സോഫ്റ്റായിട്ട് പാണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. പക്ഷെ ഇപ്പം പാടിച്ചപ്പോൾ നന്നായിട്ട് പാടി കേട്ടോ അർച്ചന. അർച്ചനയ്ക്ക് ഒട്ടും തൃപ്തിയായില്ല. എന്ത് ചെയ്യാൻ പറ്റും? സ്വരം പാടുമ്പോ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് കൺജഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊക്കെ ഫീൽ ചെയ്തു. ആ പാറുവിനൊന്നും ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവിടെ എന്നെ കണ്ടിട്ട് അവൾക്ക് വയ്യ. ആ ഒരു അവസ്ഥയിൽ അതിനായിട്ട് വിഷമിപ്പിക്കാന്ന് ഞങ്ങൾ സഹിക്കൂല. നമ്മുടെ ഈ പ്രോഗ്രാം സൂപ്പർ സ്റ്റാർ എന്നുള്ളത് ഇവിടെ എഡിറ്റേഴ്സ് കാണുന്നുണ്ടോന്ന് പോലും എനിക്കറിഞ്ഞു. പക്ഷെ ശ്യാം സാർ ഇരുന്ന് കാണുന്നു. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ടി വി വെച്ചിരിക്കുക. അത് പ്രോഗ്രാം പാക്കറ് കൊഴുന്തികൾ എന്നൊക്കെ പറഞ്ഞ് സാറിൻ്റെ മിക്കവാറും എന്നെ വിളിച്ച് പറയും, നിങ്ങളുടെ എല്ലാവരുടെയും പാട്ട് കേൾക്കുന്നുണ്ട് സാർ. അതൊരു അനുഗ്രഹമാണ്. ഇപ്പം എന്തൊക്കെയാലും അത്രേ ഉള്ളൂ അർച്ചന. ഇനി വരുമ്പോൾ കൃത്യമായിട്ട് പാടുക. പിന്നെ അതിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. ഇല്ല സർ, ഞാൻ ശരിയാക്കും. ഓക്കെ ചേച്ചി. അർച്ചന പെണ്ണേ മാം സുന്ദരിയായിട്ടുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചെയ്യാം. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അല്ല, ഞാൻ ഇൻട്രോ ഞാൻ പറയാം. അഞ്ചരയുടെ ഇൻട്രോ ഞാൻ പറഞ്ഞിട്ട് ബാക്കി പറയട്ടെ. MG സാർ പറഞ്ഞു, ശരത് സാർ പറഞ്ഞു, ഷാൻ പറഞ്ഞു, എല്ലാരും പറഞ്ഞു. ഇതുപോലെ തന്നെ എനിക്ക് ഇതെല്ലാം ഞാൻ എഴുതി വെച്ചത്. 1.5 മണിക്കൂർ, ഇവിടെ 2 മണിക്കൂർ, പിന്നെ ഷാന് 2 മിനിറ്റ്, എനിക്ക് 30 സെക്കൻഡ്. പറഞ്ഞു എല്ലാം ഞാൻ എഴുതി വെച്ചതൊക്കെ തന്നെ ഇവരെല്ലാരും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് പുതിയ തെറ്റുകൾ ഉണ്ടാക്കാത്തത് കൊണ്ടൊന്നും എഴുതാൻ പറ്റില്ല. അർച്ചന മാം, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു. ഓക്കെ, മാർക്സ് വയ്ക്കാം. 8.7. താങ്ക് യു സർ. ഷാനിക്ക 8.7. താങ്ക് യു സർ. ചേച്ചി. അർച്ചന 8.8. താങ്ക് യു. ശരത് സർ
അത് ചോദിക്കണ്ട, അത് പറയാൻ പാടില്ല. ഓക്കെ, സോ ടോട്ടൽ 26.2. മേലെ ഇങ്ങനത്തെ മാർക്ക് വാങ്ങിക്കാൻ ഇങ്ങോട്ട് വരരുത് കേട്ടല്ല. ഞാൻ ശരിയാക്കിയിട്ട് വരും സർ. ഗുഡ്. Superstar.